ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ ഞാനിവിടെ ഒരു ഹോട്ടലിലാണ്. ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്, വീടിൻ്റെ മുന്നിലെ ഒരു ഹോട്ടലാണ്. അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ്, ഇപ്പോൾ നമ്മുടെ +2 എക്സാം നാളെ മറ്റന്നാളാണ്. അപ്പോൾ ഈ +2 എക്സാമിൻ്റെ ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ നൽകുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് പിന്നെ ഞാൻ വീണ്ടും നൽകാം. അതായത് ഒരു ലെറ്റർ, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഒരു കമ്പനിക്കായിട്ട്. ഇത് वराम मेरा प्रिय दर्शकों, आज भी मैं कल पूछा तो आप लोग को +2 एग्ज़ाम गोइंग ऑन चलते हैं हियर इन केरला. छात्रों के +2 छात्रों को एग्ज़ाम चलता है इंग्लिश अंग्रेज़ी. ओके, अब माय डियर व्यूवर्स, हियर इन केरला +2 एग्ज़ाम is going on. Day after tomorrow, the English exam. That's why I am vlogging to give a model of question paper. Not only question paper, it's only for how to make an application. Okay. അപ്പോൾ നോക്കാം, നമുക്ക് ചോദ്യം അങ്ങനെ വരാം. അപ്പോൾ നിങ്ങളൊരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ തന്നിട്ടുണ്ടാവും വാണ്ടഡ് എന്ന് പറഞ്ഞൊരു ബോർഡാണ്. അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലൊരു ഇത് വന്നു. എന്താണെന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണ് ഗ്ലാക്സോ ഇന്ത്യ ലിമിറ്റഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ കമ്പനി കൂടിയാണത്. അപ്പോൾ അവർ കുറേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനെ ക്ഷണിക്കുകയാണ് ജോലിക്കായിട്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ നോക്കാം? അപ്പോൾ ചോദ്യം വരെ, ഇമാജിൻ ദാറ്റ് യു ആർ എ BSc student, science student. You happen to see the following application in a daily. അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങളൊരു BSc ഒരു സയൻസ് ഗ്രാജുവേറ്റാണ്, BSc കഴിഞ്ഞ ആളാണെന്ന് കരുതുക. നിങ്ങൾ യാദൃശ്ചികമായി താഴെ പറയുന്ന പരസ്യം കാണും. ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനെ ആവശ്യമുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ പ്രിപ്പയർ ആൻ ആപ്ലിക്കേഷൻ വിത്ത് ബയോഡാറ്റ ആൻഡ് സെൻഡ് ടു ദി കമ്പനീസ് മാനേജർ. അപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി നിങ്ങളുടെ ബയോഡാറ്റ, നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ, ക്യൂരിക്കുലം വിറ്റ എന്നും പറയും അതിനെ, അത് തയ്യാറാക്കിയിട്ട് ആരൊക്കെ അയച്ചു കൊടുക്കാനാണ് പറയണത്? കമ്പനിയുടെ മാനേജർക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഒരു ഹോട്ടലിലാണ്. ഹോട്ടലിൻ്റെ പേര് ശ്രീകൃഷ്ണ ഹോട്ടൽ. വളരെ നല്ല പൊറോട്ട, അതുപോലെ നല്ല റോസ്റ്റ്, ദോശ, നല്ല ഊണ്, ഭക്ഷണം, ചോറ്, ഇതൊക്കെ ഇവിടെ ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ഓണറുടെ പേര് മണി എന്നാണ്, മണികണ്ഠൻ, മണി ഫ്രം കാഞ്ഞിരാനി, അടുത്തുള്ള സ്ഥലം കല്ലടി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇത് ഒരു ഒഫീഷ്യൽ ലെറ്റർ പോലെ എഴുതണം. അതായത് ആദ്യം ഫ്രം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, അതുപോലെ നിങ്ങളുടെ പേരെഴുതി വെക്കരുത്, നൈം എന്ന് മാത്രം എഴുതുക കേട്ടോ. പേരെഴുതിപ്പോൾ ഞാൻ അതിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നൈം. പിന്നെ അഡ്രസ്സ് എന്ന് മാത്രം കൊടുത്താൽ മതി, അത് മാത്രം. ടു ദി മാനേജർ, അത് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് ആരൊക്കെ അയക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എഴുതാം, ടു ദി മാനേജർ, അല്ലെ ഏതാണ് ഗ്ലാക്സോ ഇന്ത്യ ലിമിറ്റഡ്, അതിൻ്റെ എവിടെയാണ് മുംബൈ എന്നൊക്കെ പറഞ്ഞ് എഴുതും. പിന്നെ അതിന് താഴെ സബ്ജക്റ്റ് എന്താണെന്ന് കൊടുക്കും. സബ്ജക്റ്റ് റെഫറൻസ് വെക്കണമെന്നില്ല, സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് മാത്രം കേട്ടോ. പിന്നെ ഏറ്റവും മേലെ അല്ലെങ്കിൽ താഴെ ബിലോ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസ് ഡേറ്റ്. ഇപ്പോഴത്തെ മോഡൽ അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ലെറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസിന് പ്ലേസ് എന്ന് എഴുതിയില്ല, നിങ്ങളുടെ സ്ഥലമൊന്നും എഴുതി വെക്കരുത്. പ്ലേസ് അല്ലേ, ദെൻ കോമ, ദെൻ ഡേറ്റ്, ഫുൾ സ്റ്റോപ്പ്. ഈ ഫുൾ സ്റ്റോപ്പ് കോമയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അതിനൊക്കെ മാർക്ക്. കാരണം ഇത് ലാംഗ്വേജാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് വിട്ടുപോയാൽ അല്ലെങ്കിൽ ഒരു കോമ വിട്ടുപോയാലൊക്കെ ആരാ മാർക്ക് അവിടെ പിടിച്ചു. ഞാൻ പിടിച്ചിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത് പിടിക്കണം. കാരണം ഇന്നൊക്കെ ലാംഗ്വേജിൽ ഫുൾ മാർക്ക് കൊടുക്കുകയാണ്, ഒരിക്കലും കൊടുത്തു പോരത്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഇപ്പോൾ ഇതിൻ്റെ ഓണറാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നിൽ. അത് നമുക്ക് വേറെ ദിവസം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ചെയ്യുന്നിട്ട് എഴുതാം, റെസ്പെക്റ്റഡ് സാർ എന്ന് പറയാം. സബ്ജക്റ്റ് എഴുതി നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, അതിൻ്റെ താഴെയായിട്ട് റെസ്പെക്റ്റഡ് സാർ, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദി പോസ്റ്റ് ഓഫ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്നെഴുതി അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്. ദെൻ ഐ എം എ ഗ്രാജുവേറ്റ്. നിങ്ങളുടെ ഏതാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അതായത് ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബോട്ടണി ആണോ, സുവോളജി ആണോ, അതുപോലെ ഇനി IT മേഖലയിലാണ്, അത് സൂചിപ്പിക്കുക. ദെൻ ഐ നോ അല്ലേ, അല്ലെങ്കിൽ ഐ ഷുഡ് സ്പീക്ക്, എങ്ങനെ വേണമെങ്കിലും പറയാം, 3 ലാംഗ്വേജസ് ഓർ 5 ലാംഗ്വേജസ്. ഒന്നുമായിട്ട് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, എന്ത് വേണമെങ്കിലും എഴുതാം. ഫ്രഞ്ച്, സ്പാനിഷ്,
റഷ്യൻ, എന്താ നിങ്ങൾക്ക് ഏത് ഭാഷകളറിയാം അത് ചോദിക്കും. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, അല്ല എന്ത് പറയാം, ഐ വർക്ക്ഡ് ഷോർട്ടാക്കിയിട്ട് കൊടുക്കും. ഐ വർക്ക്ഡ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓർ മെഡിക്കൽ ഫേം, ഇൻ എ മെഡിക്കൽ ഫേം, ഇൻ എ മെഡിക്കൽ ഷോപ്പ്, എന്ത് വേണമെങ്കിലും എഴുതാം. ആസ് എ എന്തായിരുന്നു ഇതായിട്ട് എന്നുള്ള അർത്ഥം അത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഇത്ര എഴുതിയിട്ട് പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കും. ക്വാളിഫിക്കേഷൻ പറഞ്ഞു, എക്സ്പീരിയൻസ് പറഞ്ഞു, പിന്നെ അതർ ക്യൂരിക്കുലറിറ്റീസ്, നിങ്ങൾക്ക് വല്ല കഴിവുകൾ വേറെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സ് സ്റ്റാറാണ്, ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചിരുന്നു, അതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ലാസ്റ്റ് ഇഫ് ഐ സെലക്റ്റഡ് ഐ പ്രോമിസ് ടു വർക്ക് ഹാർഡ് പറഞ്ഞിട്ട് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് കമ്പനി. ഞാൻ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കഠിനമായി ജോലിയും ഫോർ ദി ഫർദർ ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി, ഇനിയും ഉണ്ടാകുന്ന കമ്പനിയുടെ ഓരോ ലാഭങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രവർത്തിക്കും. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കഴിഞ്ഞ് കോമന്റ്, ദെൻ നിങ്ങളുടെ സിഗ്നേച്ചർ, ദെൻ നെയിം, ഇത്രയും മാത്രം ഉണ്ടാവും. അപ്പോൾ ഇത് എഴുതുമ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതിയ ഒരു കോമയുടെ, അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ, ദെൻ നെയിം എന്ന് എഴുതിയ പേരെഴുതി പോരുക, അവിടെ നെയിം ഫുൾ സ്റ്റോപ്പ്, ബസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ നന്നായി ചെയ്യുക. ഇങ്ങനെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ ഒരു ലെറ്റർ തന്ന് അതിനെ എഡിറ്റ് ചെയ്യാൻ പറയും, മാറ്റി, അതിൽ കുറേയൊക്കെ തെറ്റുകൾ തന്നിട്ടുണ്ടാവും, മനസ്സിലായി. അപ്പോൾ ഇത് ചിലപ്പോൾ എന്താണ് ബുക്ക് ബേസ് ചെയ്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞില്ല ഡ്രഗ് അബ്യൂസ് പറഞ്ഞ ചാപ്റ്റർ എടുത്ത് തന്നിരുന്നു, അതൊന്ന് ചോദിക്കാം. 3 വീൽസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ, അപ്പോൾ ഏതൊന്നും വരാം. അതുപോലെ പോസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്തു തരാം അടുത്ത ക്ലാസ്സുകളിൽ. ഇന്നും നാളെയൊക്കെ സമയമുണ്ട്, നന്നായി നോക്കുക. അപ്പോൾ കൂടുതൽ ഒന്നും ഇനി നീട്ടുന്നില്ല. ഇപ്പോൾ തന്നെ 6 മിനിറ്റ് കഴിഞ്ഞു, 6 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് ലക്ക്.